Hi. So, welcome to Norway of Arabia. Nikki. Wait. So, we will go back to where it started. So, രാവിലെ ഒരു 6 മണിയായപ്പോൾ ഉറങ്ങിക്കിടന്ന ധോണുവിനെ നമ്മൾ പൊക്കിയെടുത്ത് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് വാസ് ടു മദ ഒമാൻ. അവിടെ ഒരു നല്ല പിക്നിക് പോയിൻ്റ് ഉണ്ട്. കുട്ടിയെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. നമുക്ക് അവിടെ നല്ല വാട്ടർ ബോഡീസ് വാദിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിരുന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സോ അവിടെ പോയി സ്വിം ചെയ്യണം, ഇതായിരുന്നു ലക്ഷ്യം. മോർണിംഗ് ആൻഡ് ഇറ്റ് വാസ് 10 ഡിഗ്രി സെൽഷ്യസ്. വെതർ അടിപൊളിയായിരുന്നു. ഇത് മദ ആ റോഡ് എൻട്രി ചെയ്യുമ്പോഴുള്ള സ്ഥലമാണ്, ഓഫ് റോഡാണ്. ഇവിടെയാണ് ഞാൻ സ്വിം ചെയ്യാൻ പോണത്. ഇവിടെ ഞാൻ എങ്ങനെ സ്വിം ചെയ്യാനാണ്? വീഡിയോയിൽ കാണിച്ചിരുന്നതൊക്കെ സത്യമാണോ അല്ലേ എന്താ വാട്ട് എവർ, ആകെ ഡെസ്പ് അടിച്ചിട്ട് നിൽക്കുമ്പോഴാണ് എന്തോ ഭാഗ്യത്തിന് നമ്മൾ കയ്യിൽ പാസ്പോർട്ട് വെച്ചിരുന്നു. സോ വി ക്രോസ്ഡ് ഒമാൻ ബോർഡർ ആൻഡ് വെന്റ് ടു കാസവിൻ മുസാൻഡം, നോർവേ ഓഫ് അറേബ്യ. ഇത് നമ്മുടെ സെക്കൻഡ് ഡ്രൈവാണ് കേട്ടോ ഈ റോഡ് വഴി. നമ്മൾ മുമ്പ് സലാല പോയിട്ട് റിട്ടേൺ വരുമ്പോൾ കുറച്ച് ലോങ് റൂട്ട് എടുത്തിട്ട് ഈ റോഡ് വന്നിരുന്നു. ആ റോഡിൻ്റെ ആ ഭംഗി കാരണം നമ്മൾ അത്രയും ലോങ് എടുത്തിട്ട് വൺ ടൈം വന്നിരുന്നു. ഒരു സൈഡ് റിവർ, ഒരു സൈഡ് റോക്ക്, അതിലൂടെ ചുമ്മാ ഡ്രൈവ് ചെയ്യണ തന്നെ അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഒരു മട്ടൻ മന്തി ഓർഡർ ചെയ്തിട്ടിരിക്കുക. ഞാൻ വന്നിട്ട് കാണിച്ചു തരാം. പിന്നെ ഒമാൻ ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് നമ്മൾ കാറിന് ഓറഞ്ച് കാർഡ് വേണം കേട്ടോ. നമ്മൾ സഡൻ പ്ലാൻ ആയതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ വി ടുക്ക് ഇറ്റ് അറ്റ് ദ ബോർഡർ. 250 ദിർഹം വരുന്ന ഒരു ഫാമിലി ഇൻഷുറൻസ്. മട്ടൻ മന്തി വാസ് ജസ്റ്റ് ഓക്കെ അത്രേ പറയാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ സൺസെറ്റൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചുള്ള ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് നേരം അവിടെ ഒരു പാർക്കിൽ സ്പെൻഡ് ചെയ്തു ബേബിയുടെ കൂടെ. പിന്നെ നമ്മളിവിടെ ഖസബ് മുസാണം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ചാൽ ഡോൾഫിൻ വാച്ചിങ്, സ്നോക്ലിംഗ്, ഐലൻഡ് വിസിറ്റ്, സ്വിമ്മിങ്, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വരിക. നമ്മൾ ജസ്റ്റ് പ്രീ പ്ലാൻ ചെയ്ത് വരാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഡ്രൈവ് അവിടെ ഇവിടെയൊക്കെ ചെറിയ പിറ്റ് സ്റ്റോപ്സ് ഒക്കെ എടുത്ത് അത്രയേ ഉള്ളൂ. സോ നമുക്ക് ഇങ്ങനെ എല്ലാ അവസരങ്ങളും തരുന്ന ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് നിർത്താണ്. സോ അങ്ങോട്ട് നല്ല ലുക്കായിട്ട് പോയ ധോണു ബേബി റിട്ടേൺ വരുമ്പോഴും ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ഈ ലുക്കായിരുന്നേ. ബൈ.